ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫൊറിയർ സീരീസിൻ്റെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. നമ്മൾ ഫൊറിയർ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫൊറിയർ സീരീസ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പീരിയോഡിക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം. പീരിയോഡിക് ഫംഗ്ഷൻ, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കോൾഡ് പീരിയോഡിക് ഇഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലുള്ള ഒരു ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് എന്ന് ഫോർമാറ്റിൽ എഴുതാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ പീരിയോഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂ ആണ്. പിന്നെ ടി ഒരു ഫിക്സഡ് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമ്മൾ പീരിയഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ പീരിയോഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൊറിയർ സീരീസ് വർക്ക് ചെയ്യുന്നത്. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ഇൻ ആൻ ഇൻ്റർവെൽ -L to L ക്യാൻ ബി റെപ്രസെൻറ്റഡ്. നമ്മളൊരു പീരിയോഡിക് ഫംഗ്ഷൻ -L to L ഇൻ്റർവെല്ലിലുള്ളത് ഒരു പീരിയോഡിക് ഫംഗ്ഷനെ നമ്മൾ സൈൻ കോസിൻ്റെ ഇൻഫിനിറ്റ് സം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോർമാറ്റിനെയാണ് നമ്മൾ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു a0/2 പ്ലസ് സിഗ്മ ഓഫ് n ഈസ് ഇക്വൽ ടു 1 to infinity an cos of n pi x by l പ്ലസ് bn sin n pi x by l. ഇവിടെ നമ്മൾ a0 an bn ഇതിനെ നമ്മൾ ഫൊറിയർ കോഎഫിഷ്യൻസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ ജനറൽ ഇക്വേഷൻ ഫോർമാറ്റ്. നമ്മൾ നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ -L to L അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ -π to π ആ ഒരു കേസ് ആയിരിക്കും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലിൻ്റെ സ്ഥലത്ത് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ഒരു ഇക്വേഷനാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. സോ നമ്മൾ ഫൊറിയർ സീരീസ് യൂസ് ചെയ്യുന്ന ഈ ഫൊറിയർ കോഎഫിഷ്യൻസിൻ്റെ എക്സ്പാൻഷൻസ് നോക്കാം. a0 കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് എന്നാണ് നമ്മൾ a0 എന്ന് പറയുന്നത്. അപ്പം a0ൻ്റെ ഇക്വേഷൻ 1/L ഇൻ്റഗ്രൽ ഓഫ് -L to L എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എൽ നമ്മുടെ ഇൻ്റർവെൽ -L to L ആയതുകൊണ്ടാണ് നമ്മൾ എൽ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൈ ആണെങ്കിൽ നമ്മൾ പൈ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൊസൈൻ കോഎഫിഷ്യൻറ്റ് എ ഓഫ് എൻ വെച്ചിട്ടാണ് നമ്മൾ കൊസൈൻ കോഎഫിഷ്യൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം 1/L ഇൻ്റഗ്രൽ ഓഫ് -L to L എഫ് ഓഫ് എക്സ് കോസ് ഓഫ് n pi x by L ഡി ഓഫ് എക്സ്. സോ ഈ ഒരു ഇക്വേഷനിൽ കോസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൊസൈൻ കോഎഫിഷ്യൻ എന്ന് പറയുന്നത്. കോസ് വേവ് നമ്മുടെ ഫൊറിയർ സീരീസിൽ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്ന ലെങ്ത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കൊസൈൻ കോഎഫിഷ്യൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സൈൻ കോഎഫിഷ്യൻറ്റ് ബി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/L ഇൻ്റഗ്രൽ ഓഫ് -L to L എഫ് ഓഫ് എക്സ് സൈൻ ഓഫ് n pi x by L ഡി എക്സ്. ഇവിടെ നമ്മൾ സൈൻ ആണ് ഇക്വേഷനുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ സൈൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സൈൻ വേവ് എത്രത്തോളം നമ്മുടെ ഫൊറിയർ സീരീസിനെ അഫക്റ്റ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ സൈൻ കോഎഫിഷ്യൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ജനറൽ ഫോർമാറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവെൽ -L to L ആണ് നമ്മൾ യൂസ് ചെയ്തത്. പ്രോബ്ലംസ് ഒക്കെ വരുന്ന കേസിൽ നമ്മൾ പൈ ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ -π to π ഇൻ്റർവെൽ വരുന്ന കേസിൽ ഫൊറിയർ സീരീസ് ഇതുപോലെ ചേഞ്ച് ആവും. ലൈക്ക് നമ്മുടെ കോസിലുള്ള എൽ പൈ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ആ എൽ ക്യാൻസൽ ആയി പോകും. ആൻഡ് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ് നോക്കി അറിയാൻ പറ്റും. നമ്മൾ എൽ പൈ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതായിരിക്കും നമ്മുടെ a0 നമ്മൾ കോമൺലി ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ കൊസൈൻ കോഎഫിഷ്യൻറ്റ് an ഇവിടെ നമ്മൾ കോസ് ഓഫ് n x താഴെയുള്ള എൽ മുകളിലത്തെ പൈയുമായിട്ട് ക്യാൻസൽ ആയിപ്പോയി. ആൻഡ് ഇവിടെ നമ്മൾ എൽ പൈ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് സൈൻ ഫംഗ്ഷനിൽ നമ്മൾ അതുപോലെ തന്നെ എൽ പൈ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് സൈനിൽ നമ്മൾ താഴത്തെ എൽ ക്യാൻസൽ ആയിപ്പോയി. ആൻഡ് ഓൾസോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കാം, സൈൻ ഓഫ് n pi ഈസ് ഈക്വൽ ടു 0 ആണ്. കോസ് ഓഫ് n pi എന്ന് പറയുന്നത് -1/n ആണ്, വേറെ n ഈസ് എ ഹോൾ നമ്പർ. സോ ഇത് നമ്മൾ കോമൺലി ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നതൊക്കെ. സോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫൊറിയർ സീരീസ് കോമൺലി യൂസ് ചെയ്യുന്നതാണ് ജനറലൈസ്ഡ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് യു വി ഡി എക്സ് ഈ ഒരു ഫോർമാറ്റിൽ ഇൻ്റഗ്രേഷൻ വരുന്ന കേസിൽ വേർ 1 ഫാക്ടർ ഈസ് എ പവർ ഓഫ് എക്സ്. ഇതിൻ്റെ അകത്ത് യു എക്സിൻ്റെ പവർ വരുന്ന കേസിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, u(v1 - u'(v2) പ്ലസ് u'(v3) ഇങ്ങനെ പോകും. സോ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആ ഒരു രീതിയിൽ സൈൻ ചേഞ്ച് ആവും. u', ഇതൊക്കെ സക്സസീവ് ഡെറിവേറ്റീവ് ഓഫ് u ആണ്. ആൻഡ് v1 v2 v3 v4 ഇതൊക്കെ സക്സസീവ് ഇൻ്റഗ്രൽ ഓഫ് v ആണ്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ ജനറലൈസ്ഡ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഇൻ്റഗ്രൽ ഓഫ് x² cos ഓഫ് nx ലൈക്ക് ഇൻ്റഗ്രൽ ഓഫ് u v ഇവിടെ u x² v cos ഓഫ് nx ആണ്. സോ നമുക്ക് ജനറലൈസ്ഡ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ u(v1 - u'(v2) പ്ലസ് u'(v3) പ്ലസ് c എന്ന് കിട്ടും. സോ ഇവിടെ u
എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ ആൻഡ് വി കോസ് ഓഫ് എൻ എക്സ് ആണ്. സോ കോസ് ഓഫ് എൻ എക്സ് സൈൻ ഓഫ് എൻ എക്സ് ആവും. പിന്നെ കോൺസ്റ്റൻറ്റ് എൻ അടി വരും മൈനസ് യു ഡാഷ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അത് നമ്മൾ സൈൻ ഓഫ് എൻ എക്സിനെ വീണ്ടും ഇൻ്റഗ്രൽ ചെയ്യുക. അപ്പം നെഗറ്റീവ് കോസ് ഓഫ് എൻ എക്സ് എന്നാണ്. സോ ഇവിടെ പോസിറ്റീവായി. ആൻഡ് കോസ് ഓഫ് എൻ എക്സിൻ്റെ അകത്ത് കോൺസ്റ്റൻ്റ് ഉണ്ട്. സോ വീണ്ടും അടിയിലൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. സോ എൻ സ്ക്വയർ. അതുപോലെ വീണ്ടും ഇവിടെ ചെയ്യുമ്പോൾ 2x വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 ആവും. ആൻഡ് നെഗറ്റീവ് കോസ് ഓഫ് എൻ എക്സിനെ വീണ്ടും ഇൻ്റഗ്രൽ ചെയ്യുക. നെഗറ്റീവ് കോസ് ഓഫ് എൻ എക്സ്, നേരത്തെ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ പോസിറ്റീവായി. സോ നെഗറ്റീവ് കോസ് ഓഫ് എൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ ഓഫ് എൻ എക്സ് ബൈ നമ്മുടെ കോൺസ്റ്റൻറ്റ് വീണ്ടും വരും. സോ എൻ ക്യൂബ് പ്ലസ് സി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ കോസ് ഓഫ് എൻ എക്സ്. ജനറലൈസ്ഡ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യുമ്പോൾ. സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ് ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സും ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സും ഇതൊക്കെ നമ്മൾ കോമൺലി ഇൻ്റഗ്രൽ ചെയ്യുന്നതാണ്. സോ അതൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് വെക്കുമ്പോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് ചെയ്യുമ്പോൾ ഇ എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ഇവിടെ സൈൻ ആണ്. സോ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് എന്ന് വരും. അതുപോലെ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് വരുന്ന സമയത്ത് ഈ ഒരു പാർട്ട് സെയിം ആണ്. ഈ ഒരു സെയിം പാർട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇ റേസ് ടു എക്സ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ്. നേരത്തെ ഇവിടെ എ സൈൻ ബി എക്സ് ആയിരുന്നു, ഇവിടെ കോസ് ആയതുകൊണ്ട് എ കോസ് ബി എക്സ് പ്ലസ് നേരത്തെ ഇവിടെ നെഗറ്റീവ് ആയിരുന്നു, ഇപ്പോൾ പോസിറ്റീവായി. സോ പ്ലസ് ബി സൈൻ ബി എക്സ്, ഇവിടെ കോസ്, സോ ഇവിടെ സൈൻ. നേരത്തെ ഇവിടെ സൈൻ ആയിരുന്നു, ഇവിടെ കോസായി. സോ ഇതാണ് സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ. സോ ഇത് അറിഞ്ഞിരിക്കുക. ഫൈനലി ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷൻ. ഫോറിയർ സീരീസിൽ ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷൻ. ഈവൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ്റെ അകത്ത് നെഗറ്റീവ് വാല്യൂ ഇൻപുട്ട് കൊടുക്കണം, പോസിറ്റീവ് വാല്യൂ ഇൻപുട്ട് കൊടുക്കണം, സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടുന്ന ഫംഗ്ഷൻസിനെയാണ് ഈവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ അകത്ത് നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുത്താലും പോസിറ്റീവ് വാല്യൂ കൊടുത്താലും ആൻസർ സെയിം ആയിരിക്കും. അതുപോലെ കോസ് എക്സ്. ഓഡ് ഫംഗ്ഷന് നമ്മൾ നെഗറ്റീവ് വാല്യൂ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ നെഗറ്റീവ് ആവും. സോ എക്സാമ്പിൾ, എക്സിന് നമ്മൾ നെഗറ്റീവ് വാല്യൂ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ നെഗറ്റീവ് ആവും. അതുപോലെ സൈൻ എക്സിന് നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് സൈൻ എക്സ് ആവും. സോ ഇതാണ് ഈവൺ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും. സോ നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഈവൺ ആകുന്ന കേസിൽ -c to c ഇൻ്റർവെല്ലിൽ നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഇൻ്റഗ്രൽ ഓഫ് 0 to c എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. കാരണം നമുക്ക് നെഗറ്റീവ് അപ്ലൈ ചെയ്യുമ്പോഴും പോസിറ്റീവാണ് ഫംഗ്ഷൻ കിട്ടുന്നത്. സോ -c to 0 നമുക്ക് പോസിറ്റീവായിട്ട് ഔട്ട്പുട്ട് കിട്ടും. ആൻഡ് 0 to cയും പോസിറ്റീവ് ഔട്ട്പുട്ട് തന്നെയാണ്. സോ നമുക്ക് 2 ടൈംസ് ഇൻ്റഗ്രൽ ഓഫ് 0 to c കിട്ടും. സോ അതുകൊണ്ടാണ് 2 ഇൻ്റഗ്രൽ ഓഫ് 0 to c എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരുന്നത്. ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് വരുന്ന കേസിൽ ഇൻ്റഗ്രൽ -c to c എഫ് ഓഫ് എക്സ് ഡി എക്സ് വരുന്ന കേസിൽ അത് 0 ആയിട്ട് നമുക്ക് എഴുതാം. കാരണം -c to 0 നെഗറ്റീവ് ആയിരിക്കും ആൻഡ് 0 to c പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഇവിടുത്തെ കേസിൽ ഇത് പോസിറ്റീവും ഇത് പോസിറ്റീവാണ്. സോ ഇത് രണ്ടും കൂടെ ടോട്ടലി 2 തവണ ആവും. ബട്ട് ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. സോ ഇവിടെ 0. സോ നമ്മൾ എഫ് ഓഫ് എക്സ് ഓടും ഈവണും കോഎഫിഷ്യൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇഫ് എഫ് ഓഫ് എക്സ് ഓടാകുന്ന കേസിൽ A0യിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഓടാകുന്ന കേസിൽ ഇത് 0 ആയി പോകും. കാരണം ഓഡ് ഫംഗ്ഷൻ എപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്. ANൻ്റെ കേസിൽ എഫ് ഓഫ് എക്സ് ഓടാണ്, കോസ് ഓഫ് എൻ എക്സ് ഈവൺ ആണ്. സോ ഓഡ് ഇൻറ്റു ഈവൺ നമുക്ക് ഓടായിരിക്കും. നോർമലി നമുക്ക് ഓഡ് ഇൻറ്റു ഈവൺ ആണ് കിട്ടുന്നത്. ബട്ട് ഇൻ്റഗ്രലിൻ്റെ കേസിൽ ഓഡ് ഇൻറ്റു ഈവൺ ഓടാണ്. സോ ഓഡ് ഇൻറ്റു ഈവൺ ഓടാണ്. സോ നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആൻഡ് ബി ഓഫ് എന്നിൻ്റെ കേസിൽ എഫ് ഓഫ് എക്സ് ഓടാണ്, സൈൻ ഓഫ് എൻ എക്സും ഓടാണ്. ഓഡ് ഇൻറ്റു ഓഡ് നമുക്ക് ഈവൺ ആണ്. ഇൻ്റഗ്രലിൽ നമ്മൾ ഓഡ് ഇൻറ്റു ഓഡ് ഈവൺ ആണ്. സോ ഈവണിൻ്റെ റൂൾ അപ്ലൈ ചെയ്യാം. സോ 2 ഇൻ്റഗ്രൽ ഫ്രം 0 to π എഫ് ഓഫ് എക്സ് സൈൻ ഓഫ് എൻ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. അതുപോലെ എഫ് ഓഫ് എക്സ് ഈവൺ വരുന്ന കേസിൽ A0യിൽ നമ്മൾ ഈവണിൻ്റെ റൂൾ അപ്ലൈ ചെയ്യാം. ലൈക്ക് നമുക്ക് -π to π ആയിരുന്നു, അത് നമ്മൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 0 to π ആവും. ആൻഡ് ANൻ്റെ കേസിൽ എഫ് ഓഫ് എക്സ് ഈവണും കോസ് ഓഫ് എൻ എക്സ് ഈവൺ ഇൻറ്റു ഈവൺ തന്നെയാണ്. സോ നമ്മൾ 0 to π 2 ടൈംസ് 0 to π എന്ന് എഴുതാം. അതുപോലെ BN വരുന്ന കേസിൽ എഫ് ഓഫ് എക്സ് ഈവണും സൈൻ ഓഫ് എൻ എക്സ് ഓഡുമാണ്. സോ ഈവൺ ഇൻറ്റു ഓഡാണ്. സോ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് 0 എന്ന് എഴുതാൻ പറ്റും. സോ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ഫോറിയർ സീരീസ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. താങ്ക് യു.